കയ്യിലുള്ള കാശും പോയി, വാങ്ങിച്ച പട്ടി കൊരച്ചതുമില്ല. നിന്റെ എന്തൊരു വിധിയാ മഞ്ജരി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നീ എന്ത് പ്ലാൻ ചെയ്താലും തിരിച്ചടി മാത്രോ. നിന്റെ സമയം തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. ആരാ മഞ്ജരി അത്? വേറെ ആരാ? ആ സരയും. ബാക്കി കാശിന് വേണ്ടി ഫോൺ ചെയ്യുന്നതാ. അത് നിന്റെ ഫ്രണ്ടാണോ അതോ വല്ല പലിശക്കാരിയാണോ? എപ്പോ നോക്കിയാലും കാശിനെ കുറിച്ച് മാത്രമാണല്ലോ ചോദിക്കുന്നേ. ഹലോ, നീ വീട്ടിൽ തന്നെയാണോ മഞ്ജരി? അല്ല, ഞാൻ ഷോപ്പറമ്പിൽ നിൽക്കോ. കാശിനു വേണ്ടി വിളിച്ചതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നീ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമെന്നില്ല. എന്നാലും ഞാൻ ചോദിക്കുന്നതിന് മുൻപ് നീ ആ കാശ് തരുന്നതല്ല അതിന്റെ ശരി. നാളെ അയച്ചു തരാം, ഓക്കെ അല്ലേ? എമൗണ്ട് എത്രയാന്ന് ഓർമ്മയുണ്ടല്ലോ. ഇനിയുള്ളത് ബാലൻസ് പേയ്മെന്റ് അല്ലേ? അത് തന്നെ, 10 ലക്ഷം രൂപ. നാളെ തന്നെ അയക്കണേ. 10 ലക്ഷം രൂപ അയച്ചേക്കാം. നീ ഇനി ഫോൺ ചെയ്യരുത്. നാളെ രാത്രിക്ക് മുമ്പ് 10 ലക്ഷം രൂപ നീ എവിടെ നിന്നെടുത്ത് കൊടുക്കും മഞ്ജരി? വേറെ വഴിയില്ല ആന്റി. മിഥുനോട് തന്നെ ചോദിക്കാം. എന്തിനാ ഇത്രയും കാശെന്ന് മിഥു നിന്നോട് ചോദിച്ചാ? എന്തെങ്കിലും കള്ളം പറഞ്ഞ് മാനേജ് ചെയ്യും. ആന്റി വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. മാഡം, ലോയറിന് കൊടുക്കേണ്ടത് 5 ലക്ഷം അല്ലേ? പിന്നെന്തിനാ 10 ലക്ഷം രൂപ? ആ പാർവതിക്കും ലോയറിനും മാത്രമല്ലല്ലോ, എനിക്കും ഇതിനൊക്കെ ഫീസ് വേണ്ടേ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിക്കാനോ? ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കണമെന്നാണോ? ഫ്രണ്ടൊക്കെ പുറത്ത്, എനിക്ക് ബിസിനസ് ആവരുത്. ചക്കി എന്താ ഇതുവരെ വരാത്തത്? ചിക്കുവിന്റെ കൂടെ കളിക്കായിരിക്കോ? ചക്കി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? മുറിയിലേക്ക് പോയേ, അച്ഛൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഞാനിന്ന് അച്ഛൻ്റെ കൂടെ കിടക്കുന്നില്ല അമ്മേ. ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ ഉറങ്ങണമെന്നോ? അതെ അമ്മേ. അമ്മയ്ക്കും എനിക്കും ചക്കിക്കും ഒന്നിച്ച് കിടന്നുറങ്ങാം. അത് വേണ്ട ചിക്കു. ചക്കി അടുത്തില്ലാതെ അച്ഛൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് അറിയില്ലേ മോന്? ചക്കി, മോൾ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ അങ്ങോട്ട് പോവില്ല. എനിക്കിന്ന് നിങ്ങളുടെ കൂടെ കിടന്നാ മതി. അങ്ങനെ വാശി പിടിക്കല്ലേ. ചക്കി ഗുഡ് ഗേൾ അല്ലേ? അമ്മ പറയുന്നത് കേട്ടെ. ഇന്ന് മോളെ എന്തായാലും അച്ഛന്റെ കൂടെ പോയി കിടക്ക. ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യോ സോറി അമ്മേ. ചിക്കു, നമുക്ക് രണ്ടുപേർക്കും വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ പോവാ. ഞങ്ങൾ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്. പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ ഉറങ്ങി. ചക്കി ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാര്യം മിഥുനേട്ടനോടൊന്നും പറയണം. ഈ സാരിയിൽ മുഴുവൻ പാല് വീണല്ലോ. എന്തായാലും ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയേക്കാം. ഇതെന്താ ഇവിടെ തന്നെ കിടന്നുറങ്ങിയത്? മേഘന എവിടെ പോയി?
ഏ വാതിലടക്കല്ലേ? മിഥുനേട്ടൻ എന്താ ഇവിടെ? അല്ല, അത് പിന്നെ ഞാൻ ചക്കയെ കൊണ്ടുപോകാൻ വന്നതാ. ചക്കയെ കൊണ്ടുപോകാൻ വന്നിട്ട് കർട്ടന്റെ പിന്നിൽ എന്ത് ചെയ്യായിരുന്നു? അത് നീ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ... ശരി ശരി. ചക്ക എന്തായാലും ഉറങ്ങിപ്പോയി. ഇന്ന് ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു. ആ, ഇനി ഉണർത്തിയ ഡിസ്റ്റർബ് ആയി പോവും. ഇന്നൊരു ദിവസത്തേക്ക് മിഥുനേട്ടൻ ഒറ്റയ്ക്ക് കിടക്ക്. അതൊന്നും ശരിയാവില്ല. ചക്ക എടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഉണർത്തി അവക്ക് നല്ല ദേഷ്യം വരും മിഥുനേട്ടാ. ആ, എന്നാ പിന്നെ ഞാൻ ഇവിടെ തന്നെ കിടന്നാലോ? എന്താ പറഞ്ഞേ? മിഥുനേട്ടൻ ഇവിടെ കിടക്കാന്നോ? അതല്ല, ചക്കയുടെ അടുത്ത് കിടക്കാൻ വേണ്ടിയാ. ശരി, എന്നാ പിന്നെ ചിക്കുനും കൊണ്ട് ഞാൻ ഹാളിൽ പോയി കിടന്നോളാം. എന്തിനാ ഹോളിൽ പോന്നെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കിടക്കാലോ. എല്ലാവർക്കും ഉള്ള സ്ഥലം ബെഡിലുണ്ടല്ലോ. അല്ല, ഇത്രയും സ്ഥലം പോരെ? നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എന്നെ കിടത്തിയാ മതി. ശരി. താങ്ക് യു. എന്തെങ്കിലും വേണമെന്നുണ്ടോ മിഥുനേട്ടാ? എന്ത്? അതല്ല, വെള്ളോ പാലോ അങ്ങനെ എന്തേലും? ഒന്നും വേണ്ട. എന്നാ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തോണ്ട് വരട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുപറ്റി? മിഥുനേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? എന്തെങ്കിലും എടുത്തോണ്ട് വരണോ? ഏയ്, ഒന്നും വേണ്ട. എനിക്ക് ഉറക്കം വരുമ്പം ഞാൻ ഉറങ്ങിക്കോളാം. നീ ശരിക്കും ഗ്രേറ്റ് ആണ് മേഘനെ. ഐ എം പ്രൗഡ് ഓഫ് യു. മിഥുനോട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് സരയൂന് കൊടുക്കാനുള്ള 10 ലക്ഷം വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോ മിഥുന് റൂമിലെങ്ങും കാണുന്നില്ലല്ലോ. ഇത്ര രാവിലെ ഇത് എവിടെ പോയി? ആന്റി, മിഥുനെ കണ്ടായിരുന്നോ? അവൻ റൂമിലില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചത്. പിന്നെ ഇത്ര രാവിലെ ഇവനിത് എങ്ങോട്ടാ പോയത്? ഏയ് ചക്കി, അച്ഛൻ എവിടെ പോയി? അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. ഞാൻ റൂമിൽ നോക്കിയതാണല്ലോ, എന്നിട്ട് അച്ഛൻ അവിടെ ഇല്ലല്ലോ. അച്ഛൻ ഇന്നലെ അവിടെയല്ല ഉറങ്ങിയത്. ഞങ്ങളെല്ലാവരും അമ്മയുടെ റൂമിലായിരുന്നു. വാച്ചിക്ക് നമുക്ക് മിഥുനെതിരെ മേഘനയുടെ മുറി കിടന്ന് ഉറങ്ങിയത് മഞ്ജരി? ഇതിന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. മിഥുൻ, മിഥുൻ, മിഥുൻ! മിഥുനേട്ടൻ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇപ്പൊ എന്തിനാ കിടന്നിങ്ങനെ വിളിച്ചു പോകുന്ന? നീ എന്തിനാ മിഥുനെ പിടിച്ച് ഈ റൂമിൽ കിടത്തി ഉറക്കിയത്? മനസ്സിലായില്ല. അതല്ല, മിഥുൻ എന്തിനാ നിന്റെ റൂമിൽ കിടന്നുറങ്ങിയതെന്ന്. മിഥുനേട്ടന് ഇവിടെ കിടന്നുറങ്ങാനായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. നീ വിളിച്ചിട്ടാണോ മിഥുൻ വന്നത്? ഞാൻ ഇവിടേക്ക് ആരും വിളിച്ചില്ല. സത്യം പറ മേഘനെ, മിഥുൻ സ്വന്തം റൂമിലല്ലാതെ വേറെ ഒരിടത്തും കിടന്നുറങ്ങാറില്ല. ഇത് മിഥുനേട്ടന്റെ വീടാണ്, എവിടെ വേണേലും കിടന്നുറങ്ങാം. പക്ഷെ നിന്റെ റൂമിൽ ഉറങ്ങാൻ പാടില്ല. എന്നിട്ടിപ്പോ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. മിഥുനേട്ടന് തോന്നി, മിഥുനേട്ടൻ വന്നു, എന്നോട് കിടന്നോട്ടെ എന്ന് ചോദിച്ചു, എന്നിട്ട് എന്റെ റൂമിൽ കിടന്നുറങ്ങി. ഞാനും ആദ്യമൊന്ന് ഷോക്കായി എന്നുള്ളത് ശരിയാ. കുട്ടികളുടെ കൂടെ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് കിടന്നതാ. അപ്പോ ചക്കി ഇവിടെ മനഃപൂർവ്വം കിടത്തിയിട്ട് മിഥുനെയും കൂടി കിടത്താനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? അങ്ങനെയല്ല, ചക്കി എന്റെ കൂടെ തന്നെ ഉറങ്ങണമെന്ന് വാശി പിടിച്ചു. അപ്പൊ പിന്നെ മിഥുനേട്ടനും വന്നു, ചക്കിയുടെ കൂടെ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു.
ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ മിഥുനേട്ടൻ എഴുന്നേക്കുന്ന സമയത്ത് ചോദിക്കാം. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാതെ ഇറങ്ങി പോവാൻ നോക്ക്. എന്താ മഞ്ജരി ഇത്? കാര്യങ്ങൾ കൈവിട്ട് പോവാണല്ലോ. 2 ദിവസം മുമ്പ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആഹാരം കഴിച്ചു. ഇപ്പൊ ദേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉറങ്ങുന്നു. രണ്ടുപേരെയും തമ്മിൽ അകറ്റെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അവസാനം നീയും മിഥുനും തമ്മിൽ അകലുന്ന ലക്ഷണോ? ഒന്ന് നിർത്ത ആന്റി. മിഥുൻ ആ റൂമിൽ പോയി കിടന്നത് ചക്കിക്ക് വേണ്ടിയാ, അല്ലാതെ മേഘനയ്ക്ക് വേണ്ടിയല്ല. ഇന്നലെ ചക്കിക്ക് വേണ്ടി പോയി കിടന്ന ആള് നാളെ മേഘനയ്ക്ക് വേണ്ടി പോവില്ലെന്ന് എന്താ ഉറപ്പ്? കാര്യങ്ങൾ എന്തായാലും അതുവരെ എത്തില്ല ആന്റി. മിഥുനായിട്ടാ മേഘനയുടെ മുറിയിലേക്ക് പോയെന്ന് മനസ്സിലായല്ലോ. മിഥുൻ മനഃപൂർവ്വം പോയ സ്ഥിതിക്ക് നിനക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ മിഥുനോട് കാശ് ചോദിച്ചില്ലേ? അവളുടെ റൂമിൽ കിടന്നുറങ്ങുമ്പോ എങ്ങനെ ചോദിക്കാനാ? ആദ്യം എഴുന്നേറ്റ് വരട്ടെ. ഇവളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. എന്താ മിഥുനേട്ടാ? ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ. എന്നും രാവിലെ എഴുന്നേറ്റ് ചക്കിയോട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ശീലമായിപ്പോയി. അല്ല, ചക്കി എവിടെ പോയി? രണ്ടുപേരും കൂടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കളിക്കാൻ പോയതാ. ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോയോ? അവരെ എന്നും എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേറ്റത്. മിഥുനേട്ടനെ ഇന്ന് ലേറ്റ് ആയത്. ടൈം എത്രയായി? 9 മണി കഴിഞ്ഞു. വാട്ട്? ഇതെന്താ ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയേ? അതൊന്നും അല്ല മിഥുനേട്ടാ, ഇന്നലെ സന്തോഷായിട്ട് സമാധാനമായിട്ട് ഉറങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചക്കിയുടെ കാര്യോർത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നില്ലേ? ആ ടെൻഷനൊക്കെ തീർന്ന സമാധാനത്തില് സന്തോഷായിട്ട് ഉറങ്ങിയതാ. അതിന് കാരണക്കാരി നീയ മേഘനെ. ചക്കി എനിക്ക് നഷ്ടപ്പെടാതെ രക്ഷിച്ചില്ലേ? അത് മാത്രല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ കുടുംബത്തോടൊപ്പം ഒന്നിച്ചു കിടന്നുറങ്ങുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചു കിടന്നുറങ്ങിയതല്ലേ, അപ്പൊ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞുറങ്ങി. എന്നാരാ പറഞ്ഞത്? പണ്ടൊരു മഹാൻ പറഞ്ഞതാ മിഥുനേട്ടാ. മിഥുനേട്ടൻ വേഗം എഴുന്നിട്ട് ഫ്രഷ് ആയിട്ട് വാ, നമുക്കിന്ന് ഓഫീസിലേക്ക് പോകാനുള്ളതാ. ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. എന്തായാലും ഇത്ര ലേറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ മുറിയിലേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് ഫ്രഷ് ആവാം. ഇവിടെ തന്നെ ഫ്രഷ് ആവാനോ? എന്തേ? ഹലോ, ഒരു കണക്കിന് പറഞ്ഞ ഈ മുറി എന്റേതാ. അതൊക്കെ ശരിയെന്നാ മിഥുനേട്ടാ. മിഥുനേട്ടന്റെ ബ്രഷും ഡ്രസ്സും ഒക്കെ ആ റൂമിലല്ലേ? പോയി എടുത്തിട്ട് വരണം. എന്താ? ഞാൻ ഇന്ന് ഇവിടെ ഫ്രഷ് ആവാൻ പോകുന്നേ. എന്റെ ബ്രഷ്, സോപ്പ്, ടവല്, ഓഫീസ് ഡ്രസ് എല്ലാം വേഗം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. എന്നോട് പഴയതുപോലെ ഓരോന്ന് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. എന്താ പിന്നെ നോക്കി നിൽക്കുന്നത്? ഞാനെല്ലാം ചെയ്യാൻ പറയുന്നതുകൊണ്ടാണോ? ഹലോ, നീ ഓഫീസിൽ മാത്രമാണ് ബോസ്, വീട്ടിൽ അങ്ങനെയല്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മിഥുനേട്ടാ. എന്നാ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓഫീസിൽ പോകാൻ ലേറ്റ് ആണെന്ന് നീയല്ലേ പറഞ്ഞേ? അതിനെന്താ, ഞാനിപ്പോ പോയി എടുത്തിട്ട് വരാം. ആജ്ഞാപിക്കാൻ വരും. അയ്യോ മിഥുനേട്ടാ, എന്റെ റൂമിൽ തന്നെ കുളിക്കണമെന്ന് പറയുന്നത് എന്തിനാ? അവിടെ നിക്ക്. നീ എന്തിനാ മിഥുന്റെ റൂമിലേക്ക് വന്നത്? ഈ ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങോട്ടേക്കാ പോകുന്നേ? ചക്കി ഓർത്തിട്ട് മാത്രാ മിഥുൻ ഇന്നലെ നിന്റെ ആ റൂമിൽ കിടന്നത്. അതിന്റെ പേരിൽ ഈ റൂം മുഴുവൻ ഷിഫ്റ്റ് ചെയ്യാന്ന് കരുതിയില്ലേ? ആദ്യം നീ ഇതൊക്കെ ഇവിടെ വെക്ക്. എന്നിട്ട് വേഗം ഈ റൂമിൽ നിന്ന് പുറത്തു പോവാൻ നോക്ക്. നിന്നോട് പോവാൻ. എന്റെ ഭർത്താവിന്റെ റൂമിൽ നിന്നും ഭർത്താവിന്റെ ഡ്രസ്സും ടവലും ഞാൻ എടുക്കുന്നതിന് നീ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്?
എന്റെ ഭർത്താവിന്റെ റൂമിൽ നിന്ന് എന്നെ പറഞ്ഞു പുറത്താക്കാൻ നിനക്ക് എന്ത് അവകാശം? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? മിഥുനേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരവും കഴിക്കും, ഞങ്ങൾ ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഭർത്താവ് എന്ന നിലയിൽ എന്നോട് പലതും പറയും. ഭാര്യയായി ഞാനത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അതൊക്കെ ചോദ്യം ചെയ്യാൻ വരാൻ നീ ആരാ? അതിന് നിനക്ക് എന്ത് അവകാശമുള്ളത്? നീ ആരാ? എന്റെ അമ്മായിയമ്മയോ അതോ നാത്തൂനോ? ഈ വീട്ടിലെ ജോലിക്കാര് പോലുമല്ല. ഈ വീട്ടിൽ ആരാ നീ? ഈ വീടുമായിട്ട് നിനക്ക് എന്ത് ബന്ധമുള്ളത്? എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാൻ നീ ആരാ? പോട്ടേന്ന് കരുതി ഞാൻ വിട്ടോണ്ടിരിക്കുമ്പോ ഓവറാക്ട് ചെയ്യാൻ വരരുതേ. ഇപ്പൊ നീ ഇതൊന്നും കാണിച്ചതിനല്ല നിന്നെ ഞാൻ അടിച്ചത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ സരയുമായി ചേർന്ന് ഇതെല്ലാം ചെയ്തു കൂട്ടിയതിന്. ആ കാര്യങ്ങളൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ ആലോചിക്കുന്നത്? അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതൊക്കെ എനിക്ക് ഇപ്പൊ തന്നെ മിഥുനേട്ടനോട് ചെന്ന് പറയാം. ഇപ്പൊ ഞാൻ തന്നതുപോലെ ഒരെണ്ണം മിഥുനേട്ടന്റെ കയ്യിൽ നിന്നും ചൂടോടെ കിട്ടും. പക്ഷെ ഞാനത് പറയാത്തത് എന്താണെന്നറിയോ? നിന്നെക്കുറിച്ച് ഞാൻ ഒരു കാര്യങ്ങളും പറയാതെ തന്നെ മിഥുനേട്ട സത്യങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ സംഭവിക്കാൻ അധികം താമസമൊന്നുമില്ല. ആ ദിവസം മിഥുനേട്ടൻ തന്നെ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിക്കോളും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. അതിനി ഒരുപാട് കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. നിന്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ചതി നിന്റെ കൂടപ്പിറപ്പാണെന്ന് എനിക്കറിയാം. കമ്പനിയുടെ കാര്യത്തിലും ടെൻഡറിന്റെ കാര്യത്തിലും സരീവിന് നിന്റെ സഹകരണം കിട്ടിയിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ചക്കയുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് ചീപ്പായിട്ട് പെരുമാറുന്ന ഞാൻ കരുതിയില്ല. നിനക്കുള്ള കുഴി നീ തന്നെ വെട്ടിയതുപോലെ തോന്നിയത്. ഇത് നിന്റെ നാശത്തിന്റെ ആദ്യ പടിയാ മഞ്ജരി. സൂക്ഷിച്ചോ. പ്രിയമതേ, നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണമായിരുന്നു. സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കാറായില്ലേ? ബ്യൂറോയുടെ കീ നിന്റെ കയ്യിലാണല്ലോ. വേഗം ചെന്ന് ക്യാഷ് എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാൻ ചെയ്തേ വേട്ടാ. വേഗം റെഡിയാക്കും ഇതിനേട്ടാ. താങ്ക് യു. ഇതെന്താ പെട്ടെന്ന് എന്റെ സാരിയൊക്കെ പിടിക്കുന്ന? ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയ്ക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവോ? ആയിക്കോട്ടെ. സത്യമായിട്ടും പിടിച്ചില്ലെന്നേ? ഓക്കേന്ന് പറഞ്ഞാ വിശ്വസിക്കില്ല. നിന്റെ സാരി ആ കട്ടില് കൊളുത്തി പിടിച്ചതാ, അത്രേ ഉള്ളൂ. ഞാനത് വിശ്വസിച്ചു. നിനക്ക് വിശ്വാസമായിട്ടില്ല. വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? സാരി പിടിച്ചു വലിച്ച ഇങ്ങനെയാ സംഭവിക്കുക, മനസ്സിലായ? നന്നായിട്ട് മനസ്സിലായി. ഇപ്പോഴും നിനക്ക് വിശ്വാസമായില്ല? നീ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? മിഥുനേട്ടൻ ഇനി ഒന്നും ചെയ്യണമെന്നില്ല. വേഗം പോയിട്ട് റെഡി ആയിട്ട് വന്നേ, ഓഫീസിൽ പോകാനുള്ളതല്ലേ. ഹലോ, ആന്റി, എന്താ മഞ്ജരി ഇവിടേക്ക് വന്നത്?
മേഘന എന്റെ കരണത്തടിച്ചത് ആന്റി അവിടെ നിന്ന് കണ്ടൂന്ന് എനിക്കറിയാം. ഞാൻ കണ്ടതാ. പക്ഷേ ആ സമയത്ത് എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ ആന്റി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? ഈ ബ്യൂറോയിലിരിക്കുന്ന കാശ് വേണമെന്നാണോ? 1-2 രൂപയൊന്നും അല്ല, 10 ലക്ഷമാണ്. അത്രയൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ എല്ലാവരും എന്നെ സംശയിക്കും. കാശ് വേണ്ട ആന്റി, കുറച്ച് സ്വർണം മതി. ഏത്